വിശുദ്ധനൊക്കെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സ്നേഹത്തിന്റെ മാലാഖേ, സത്യത്തിന്റെ വഴികാട്ടിനെ, നിനക്കായി ഞങ്ങൾ പാടുന്നു ഹൃദയത്തിന്റെ താളത്തിൽ. നിന്റെ കരുണയാൽ മിഴിയുക ജീവിതത്തിന്റെ വഴിയിൽ ഓടും. കുറെ നാളായില്ലേ കുഴിയപ്പം കഴിച്ചിട്ട്? കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ നിന്ന് നേർച്ച കിട്ടിയപ്പോ കുഴിയപ്പം കഴിച്ചതല്ലേ? അതെനിക്ക് ഓർമ്മയില്ലല്ലോ. റിപ്പോർട്ടൊക്കെ എഴുതിയോ? ആ, റിപ്പോർട്ടൊക്കെ എഴുതി കഴിഞ്ഞു. വാർഷികത്തിന്റെ ചെലവൊക്കെ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചായയും ബിസ്ക്കറ്റും മാത്രം മതി എന്നല്ലേ പറഞ്ഞത്? കുറെ ആളുകളൊക്കെ വരുന്നതല്ലേ, അപ്പൊ ഇങ്ങനെ ചായയും ബിസ്ക്കറ്റും മാത്രം എല്ലാവർക്കും കൊടുക്കുക? വേഗം എടുത്തു വെച്ചാ അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തോണ്ട് പോകും. ശക്തിപദമിടണേ, അവിടത്തെ ബലം ആവശ്യമെന്നും കർത്താവേ നീ. 15/10/2025 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 സെന്റ് ഡൊമിനിക് ഇംഗ്ലീഷ് കുടുംബ സമ്മേളനം ആരംഭിച്ചു. പ്രാർത്ഥനാ ഗാനത്തിന് ശേഷം പൊരിസംഖ്യ പിരിവ് നടത്തി. തുടർന്ന് ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. പിന്നീട് പ്രാർത്ഥനയും വചന സന്ദേശവും നൽകി. പിന്നീട് സ്നേഹത്തിന് ശേഷം മീറ്റിംഗ് അവസാനിച്ചു. ഒരു റിപ്പോർട്ട് പാസ്സാകട്ടെ. അതിൽ പല കാര്യങ്ങളും ഇല്ല. കഴിഞ്ഞ മാസം കുടുംബസമ്മേളനത്തിന് 2-4 പരിപ്പുകൾ വെച്ചതല്ലേ, അത് കൂടുതലായിട്ട് റിപ്പോർട്ട് പാസ്സാക്കിയില്ല. കാക്കയ്ക്ക് അറിയില്ല പ്രസിഡന്റ് എന്നുള്ളത്. ചെറുതായിട്ടൊന്ന് കാര്യം സാധിച്ചു. അതെ, അച്ഛനെത്തില്ല. അച്ഛന് വേറെ ഏതോ ഇടവകയിൽ എന്ത് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞേട്ടെ. അപ്പൊ നമുക്ക് പരിപാടികൾ ചർച്ച ചെയ്യാം. അപ്പൊ നമുക്ക് ക്രിസ്മസിനെ കുറിച്ച് ചർച്ച ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ക്രിസ്മസിന്റെ ആഘോഷം ഒന്നും കൊള്ളാക്കരുത്. കഴിഞ്ഞ വർഷം വേറെന്താ ഉണ്ടായത്? കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് അപ്പ ചുവന്ന നൈറ്റിട്ട് ഡാൻസ് കളിച്ചിട്ട് എല്ലാവരും കണ്ടതാ. അത് ശരിയാ. കുട്ടികൾക്കൊക്കെ സിനിമ പോയിട്ട് ഇഷ്ടമല്ലേ? അത് ശരിയാ. നമ്മൾ നമ്മുടെ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മള് ആഘോഷിക്കുന്നത് ക്രിസ്മസ് ആണ്, യേശുവിന്റെ ജനനാണ്. അപ്പൊ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. യേശുവിനെ കുറിച്ചുള്ള പാട്ടാണ് നമ്മൾ പാടുന്നത്. അതിന് നല്ല 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 പാട്ടുകൾ നോക്കി നമ്മൾ അടിച്ചു പൊളിച്ച് പാടാം. അത് ശരിയാ. നിർത്തരുത്, ചർച്ചയൊക്കെ നിർത്ത്. നമുക്കിനെ വചനത്തിലേക്ക് നോക്കാം. നീ പറഞ്ഞോ? അയ്യോ, ഞാൻ പഠിച്ചിട്ടില്ല. അത് പിന്നെ ഇല്ലല്ലോ. അടുത്താണ് യുവദാസ് ആത്മഹത്യ ചെയ്തല്ലോ. അതെപ്പോ ഞാൻ അറിഞ്ഞിട്ടില്ല. നെയ്യം പോയി അതുപോലെ ചെയ്യുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. ആശ്വാസം നിങ്ങളെല്ലാരും പഠിച്ചിട്ടുണ്ടല്ലോ, മതി. എനിക്ക് നിങ്ങളുടെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ നിർത്താം. നമുക്കേ ക്രിസ്മസ് കാരോടെ കാര്യങ്ങൾ കിടക്കാം. നമുക്ക് ക്രിസ്മസ് കാരോളിന് സിനിമ പാട്ട് വേണ്ട, ക്രിസ്തു പാട്ട് മാത്രം മതി. ലാസ്റ്റ് ഒത്തിരി ഒന്ന് വീട്ടിൽ ഇരുന്നിട്ട് നമുക്ക് സിനിമ പാട്ട് വെച്ച് അടിച്ചു പൊളിക്കാം. ശരിയല്ലേ? അങ്ങനെ നമുക്ക് സമാപന പാട്ട് വഴി അവസാനിപ്പിക്കാം. നിത്യവും നിത്യവും നന്ദി ദൈവമേ, ദാനത്തിനായി നന്ദിയേകിടാം. അടുത്ത മാസം എന്റെ വീട്ടിലല്ലേ കുടുംബസമ്മേളനം? അടുത്ത മാസം നിന്റെ വീട്ടിലാ. ഞാനിപ്പോ എന്താ ചെയ്യാ? നീ എന്തും ഉണ്ടാക്കി അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങി എന്തെങ്കിലും ചെയ്യ്. അത് നല്ല പൈസ ചെലവല്ലേ? അതിലിപ്പോ എന്താ? നിന്റെ കെട്ടിയൊന്നും സമ്മതിക്കില്ലല്ലേ പുറത്തുനിന്ന് വാങ്ങാനൊന്നും. പൈസ ചെലവല്ലേ? അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും വന്നാൽ നമ്മൾ തന്നെ എല്ലാം ചെയ്യണ്ടേ?